വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനാണ് പരിക്കേറ്റത്. വാസുവിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണോ? വിജയകുമാർ എന്ന ഏഴരയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ വനാതിർത്തിയോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ കല്ലൂരിലെ 67 തേക്കമ്പറ്റ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നിരന്തരം കാട്ടാന ശല്യമുള്ള മേഖലയാണ്. ഇവിടെ എതിരെ ഒരു ആന വന്നു. ആന വന്ന ശേഷം ആന ആക്രമിക്കുകയായിരുന്നു. ആന ഈ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതേ തുടർന്ന് ആനയുടെ ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത കുറുമ കോളനിയിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്നത്. ഇവർ നോക്കുമ്പോൾ ആന പിന്തിരിഞ്ഞു നിൽക്കുകയും ഒപ്പം തന്നെ ഇദ്ദേഹം വാസു ഈ വയലിൽ വീണ് കിടക്കുന്നതുമാണ് കണ്ടത്. ഇതേ തുടർന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി. ഇതിനുശേഷം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ തുടർന്നുള്ള ബുള്ളറ്റിനിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും ചികിത്സ ആശുപത്രിയിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. യെസ്, മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനെയാണ് ആന ആക്രമിച്ചത്. വാസു ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.